ഉമ്മീൻ്റെ മേരും അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തായിരുന്നു കുറേ ആലോചിച്ചു. അപ്പോൾ തോന്നിയ ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. ഞങ്ങളുടെ ലോകത്തേക്ക് കടന്നു വന്ന ആദ്യത്തെ ഞങ്ങളുടെ രാജകുമാരി. നീ വന്നതിന് ശേഷം ഞങ്ങളുടെ എല്ലാ പ്രയോറിറ്റിയും നിനക്കായി. ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്നാണ്, പക്ഷേ നിന്നിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി, ആദ്യത്തെ കൺമണി പെൺകുട്ടിയായിരിക്കണമെന്ന്. നീ വളരും തോറും അത് ഓരോന്നും ശരിവെക്കുന്നതായിരുന്നു. നിൻ്റെ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ, നിനക്ക് സന്തോഷം കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ, അതെന്താണെന്ന് കണ്ടെത്താം, എന്നിട്ട് അത് ചെയ്തു തരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. എപ്പോഴും നിനക്കൊരു ഫെയറി ടെയിൽ ലോകത്തിൽ പാറി പറന്ന് നടക്കാനായിരുന്നു ഇഷ്ടം. ഏതെങ്കിലുമൊക്കെ സ്റ്റേജ് പെർഫോമൻസ് കാണാൻ കൊണ്ട് കഴിഞ്ഞാൽ ഓടി അവർക്കൊപ്പം പോയിട്ട് ഡാൻസ് ചെയ്യും, എല്ലാവരുടെ അടുത്തും പോയിട്ട് കമ്പനി ആവും. അതുപോലെ നിനക്ക് പറ്റുന്ന എന്ത് കാര്യങ്ങളും നീ അത് ട്രൈ ചെയ്ത് നോക്കും. നമ്മളിവിടെ ഗൾഫിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾക്ക് പോയി തുടങ്ങുമ്പോൾ ഐഷ മെഹറിൻ്റെ പാരൻസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യമൊക്കെ ഞങ്ങളെ എല്ലാവരും കണ്ടിരുന്നത്. ഐഷ മെഹറിൻ്റെ പാരൻസ് ആണോ എന്ന് നമ്മളടുത്ത് വന്ന് ഇങ്ങോട്ട് ചോദിക്കും. അങ്ങനെ നീ പാറി പറന്ന് നടക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഉമ്മയ്ക്ക് ജോലിയായി. ലാസ്റ്റ് വീക്ക് ഉമ്മയുടെ റീലുണ്ട്, അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആർക്കാണെന്നറിയോ? ഫാദറിനല്ല, മദറിനല്ല, സിബ്ലിങ്സിനല്ല, എൽഡർ ഡോട്ടറിനാണെന്ന്. ആ വീഡിയോ പറയുന്ന വെച്ചിട്ട് ഉമ്മ ഒരുപാട് ആലോചിച്ച് നോക്കി. ശരിയാണ്, വളരെ കുഞ്ഞിലെ തന്നെ ഈ ഒരു ഫോട്ടോസിൽ നീ കണ്ട പോലെ നിൻ്റെ കൈകളിലേക്ക് മേഫും മറുവയും ഒക്കെ പെട്ടെന്നാണ് വന്നത്. അതുവരെ നിനക്ക് വേണ്ടി ഓടി നടന്ന ഞങ്ങൾ നിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഉമ്മിക്കൊരു കൂട്ട്, അബിക്കൊരു കൂട്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേഗം മേറോ അത് ചെയ്താ, മേറോ ഇത് ചെയ്താ എന്ന് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങി നിന്നെ. അന്ന് മുതൽ ഇന്ന് വരെ നീ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന കണ്ടിട്ടാണ് മേഫും മറുവയും പിടിച്ചത്. ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളമായിട്ട് വരുന്ന നീ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, പാരൻസൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും കുട്ടികളെയൊക്കെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിൽ, ആൻറ്റിയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് പോവുക. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഉമ്മി ജോലിയുടെ കാര്യത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഇറങ്ങി പോകുമ്പോഴത്തേക്കും മേറുമോളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഉമ്മിയുടെ കരിയർ ബിൽഡ് ചെയ്യാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നീ തന്ന സപ്പോർട്ട് ഉമ്മയ്ക്ക് വളരെ വലുതാണ്. നിൻ്റെ ഒരു സപ്പോർട്ടിലായിരുന്നെങ്കിൽ ഒരിക്കലും ഉമ്മയ്ക്ക് ചിലപ്പം ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. ഈ വീഡിയോയിൽ ഉമ്മ നിൻ്റെ ആദ്യത്തെ സ്കൂള്, ആദ്യത്തെ ഉംറ, നിൻ്റെ സിബ്ലിങ്സിനെ ഫസ്റ്റ് കയ്യിലേക്ക് തരുന്നത് ഒക്കെ ഉമ്മ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെഡി ടു അവൈലബിൾ എന്നുള്ള പോലെ തന്നെ ഏതുറക്കത്തിൽ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യത്തിനും വരുന്നത് നിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. സ്കൂളിലെ ജോലിയും വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിന്നെ പഠിപ്പിക്കാൻ മിക്കവാറും ലേറ്റ് ആവുമായിരുന്നു മുന്നേ. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം, എനിക്ക് വേണ്ടിയിട്ട് നീ ഇരുന്നിട്ട് രാത്രി 12-1 മണി വരെ ഇരുന്ന് പഠിച്ചു പോയിട്ട് എക്സാം എഴുതിയ ദിവസങ്ങളുണ്ട്. എന്തിനും ഉമ്മയെ അടിയെന്ന് വിളിച്ച് നടന്നത് നീ ഇപ്പോൾ ഉമ്മീൻ്റെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ആയി തുടങ്ങി. കാലം എത്ര വേഗം കടന്നുപോയത്. റിയലി യു മെയ്ഡ് എസ് പ്രൗഡ് പാരൻസ്. എവിടെ പോയാലും ഐഷ മെഹറിൻ്റെ പാരൻസ് ആണെന്ന് ഞങ്ങൾ ഇതുവരെ പ്രൗഡായിട്ട് പറഞ്ഞിട്ടുള്ളൂ. വെച്ചാൽ നിനക്ക് ജീവിതത്തിൽ എല്ലാ ഹൈറും ബർക്കത്തും ഒക്കെ തന്നിട്ടെ. എൻ്റെ ഉമ്മീൻ്റെ അബീൻ്റെയും ദുആ എന്നും നിനക്ക് കൂടെ ഉണ്ടാവും. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ, ലവ് യു.